السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്. അല്ലാഹു രോഗശമനം കൊടുത്ത് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ വസിയത്തുകൾ ചെയ്ത ആളുകളുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. നീ പരിപൂർണ സലാമത്ത് അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഇൻഷാ അല്ലാ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും നിൽക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വലുതായ പ്രയാസങ്ങൾ, ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. പ്രയാസങ്ങൾ വന്ന് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആളുകൾ പല രീതിയിലുള്ള പ്രയാസങ്ങളിലാവാം. അവർക്കിടയിൽ വന്ന പ്രയാസങ്ങൾ പല രീതിയിലാവാം. ചില ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ ചിലരുടെ ജീവിതം തളർത്തിയിട്ടുണ്ടാകും. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, ബുദ്ധിമുട്ടുന്ന ആളുകൾ, പിന്നെയോ ജീവിത സാഹചര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, കുടുംബപരമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, വൈവാഹിക ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ, അങ്ങനെ പല ജാതി പ്രയാസങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ധാരാളം ആളുകളുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ എൻ്റെ അടുത്തേക്ക് കൺസൾട്ടിങ്ങിനായിട്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വീട്ടിൽ വരുന്ന ആളുകളും പറയുന്നത് ധാരാളം സങ്കടക്കഥകളാണ്, സങ്കട കണ്ണീരുകളാണ്, നീറുന്ന പ്രയാസങ്ങള്, നീറുന്ന വേവലാതികള്, നീറുന്ന ബുദ്ധിമുട്ടുകൾ. പൊട്ടിക്കരഞ്ഞ് ഈ ഇമ്മരപ്പടിയിലേക്ക് വരുന്ന ധാരാളം ആളുകൾ പല ദിക്കുകളിൽ നിന്ന്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും, കർണാടക പോലുള്ള തമിഴ്നാട് പോലുള്ള പല ഭാഗങ്ങളിൽ നിന്ന് ദ്വീപ് നിവാസികൾ, ധാരാളം പ്രവാസികൾ, അവർക്കൊക്കെ പറയാനുള്ളത് പ്രയാസങ്ങളും ദുരിതങ്ങളുമാണ്. നമ്മൾ ഏത് നിലയിലുള്ള പ്രയാസമായിക്കോട്ടെ, പ്രതിസന്ധി ആയിക്കോട്ടെ, അത് തരണം ചെയ്ത് നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കണം. അതിനെന്താണ് തങ്ങളെ ഞങ്ങൾ ചെയ്യേണ്ടത്? അതിനെന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഇൻഷാ അല്ലാഹ് ഈ അമൽ, ഞാൻ ഈ പറയുന്ന ഈ അമൽ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചാൽ, നിങ്ങൾ എന്താണ് ആ സായത്തിൽ, ആ സമയത്ത് നിങ്ങൾ എന്ത് പ്രയാസമാണോ, എന്ത് ദുരിതമാണോ അനുഭവിക്കുന്നത്, അല്ലാഹു മാറ്റിത്തരും. എന്തിലൂടെയാണ് പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് മരുന്ന് നൽകാൻ പോകുന്നത് വിശുദ്ധമായ ഖുർആനിലൂടെയാണ്. ഞാൻ നിങ്ങൾക്ക് അമൽ നൽകാൻ പോകുന്നത് വിശുദ്ധമായ ഖുർആനിലൂടെയാണ്. എല്ലാത്തിനും മരുന്ന് പവിത്രമായ വിശുദ്ധമായ ഖുർആനിൽ തന്നെയുണ്ട്. നമ്മൾ ചൊല്ലേണ്ട, നമ്മൾ ചെയ്യേണ്ട എല്ലാ മരുന്നുകളും വിശുദ്ധമായ ഖുർആനിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഖുർആനിൽ ഒരു മരുന്നാണ്, ഒരു അമലാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. വെറും ഒരു 12 മാത്രം, 12 ആയത്തുള്ള ഒരു സൂറത്ത്. ആ സൂറത്ത് എങ്ങാനും നിങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാം. കാരണം ഞാനിത് പറയാൻ കാരണം ധാരാളം ആളുകൾക്ക് അത് അനുഭവത്തിൽ നിന്ന് അവർ
തിരിച്ചറിഞ്ഞതാണ്. കാരണം വലിയതായ പ്രതിസന്ധിയിലൂടെ അവർ ജീവിതം മുന്നോട്ട് നയിക്കുന്ന സമയത്ത് ഈ പ്രയാസം തീരൂല, അല്ലെങ്കിൽ ഈ പ്രതിസന്ധി എന്നിൽ നിന്ന് വിട്ടു നിൽക്കില്ല, മാറി നിൽക്കില്ല എന്ന് വിചാരിച്ച ആളുകൾ ഇത്തരം അമലുകൾ ചെയ്തിട്ട് അവരുടെ ജീവിതം ധന്യമാക്കിയ ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഒരു വീഡിയോ ആയിട്ട് ഞാനിത് ചെയ്തത്. ഞാൻ ഈ അമല് പഠിക്കുകയും മറ്റുള്ളവർക്കത് പകർന്നു കൊടുക്കുകയും ചെയ്ത സമയത്ത് എനിക്ക് തന്നെ ധാരാളം അനുഭവങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. കാരണം വലിയതായ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആള് എൻ്റെ അടുത്തേക്ക് വരികയും, ഒരു സഹോദരനാണ് എൻ്റെ അടുത്തേക്ക് വരികയും അദ്ദേഹത്തിന് ഞാൻ ഈ അമല് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ കാര്യങ്ങൾ, കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത സമയത്ത് ഞാൻ അവരോട് ഓതാൻ പറഞ്ഞത്, ചെയ്യാൻ പറഞ്ഞത് ഈ അമലാണ്. എൻ്റെ അടുത്തേക്ക് ശനിയാഴ്ച ആണ് അദ്ദേഹം വന്നത്. ഒരു ശനിയാഴ്ചയാണ്, ആ ഡേറ്റ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ഒരു ശനിയാഴ്ച വന്നിട്ട് അദ്ദേഹം പൊട്ടി കരഞ്ഞു. കാരണം ഒരു ബിസിനസ് തകർന്നതിൻ്റെ അതിലുണ്ടായ ഒരു കടബാധ്യതയാണ്. വലിയൊരു ഭാരിച്ച കടക്കാരനായിട്ടാണ് അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്നോട് ഫോണിൽ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു, തങ്ങൾ ഇത്ര വലിയതായ ഒരു കടം എനിക്കുണ്ട്, എനിക്ക് വന്നാൽ പരിഹാരമുണ്ടാകുമോ? ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്നു നോക്ക്, എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാം, ബാക്കി പടച്ച റബ്ബിൻ്റെ അടുത്തുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം വരികയും അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുകയും അദ്ദേഹത്തിനോട് ഞാൻ ചൊല്ലാൻ പറഞ്ഞത്, ഓതാൻ പറഞ്ഞത് ഈ അമലാണ്. ഞാനിപ്പോൾ പറയാൻ നിൽക്കുന്ന ഈ അമലാണ് ഞാൻ അദ്ദേഹത്തിനോട് ചെയ്യാൻ പറഞ്ഞത്, അമൽ ചെയ്യാൻ പറഞ്ഞത്. എന്തെന്നില്ലാത്ത അത്ഭുതം അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് എനിക്ക് വിളിച്ച്, തങ്ങളെ ഒരു മനസ്സമാധാനമുണ്ട്, ഇപ്പോൾ റാഹത്തുണ്ട്, കുറച്ച് കടങ്ങൾ തങ്ങളെ ഞാൻ അതിൽ നിന്ന് വീട്ടി. അത് ഫുള്ള് എനിക്ക് വീട്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കുറച്ച് വീട്ടാനുള്ള മാർഗം പടച്ച റബ്ബായിട്ട് എനിക്ക് കാണിച്ചു തങ്ങളെ എന്ന് പറഞ്ഞ് സന്തോഷം പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിളിച്ചിരുന്നു. അങ്ങനെ ധാരാളം ആളുകൾ, വളരെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. ഇത് വിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു പവിത്രമായ ഒരു മുഅ്ജിസത്താണ്. ഇത് വിശുദ്ധമായ ഖുർആനിൽ നിന്നുള്ളൊരു മരുന്നായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് ഏറ്റവും എഫക്റ്റ് ചെയ്യാൻ കാരണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇത്തരം പ്രയാസങ്ങളിൽ കടമായിക്കോട്ടെ, ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ അമല് ചെയ്തോ, ഈ അമല് നെഞ്ചോട് ചേർത്ത് വെച്ചോ. നിങ്ങൾക്കതിനുള്ള സൗഭാഗ്യം കഴിയൂല, എന്നെ കൊണ്ടത് സാധിക്കൂല എന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് സാധിക്കും. അള്ളാഹു സാധിപ്പിച്ചു തരും, അള്ളാഹു സാധിപ്പിച്ചു നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ. ഞാനിപ്പോൾ സാന്ദർഭികമായി ഉണർത്താനുള്ള കാരണം, അത്തരം പ്രയാസങ്ങളിലും പ്രതിസന്ധികൾ നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മളെ വീഡിയോ കാണുന്ന, നമ്മളെ ഈ സയ്യിദിയം മജ്ലിസിനെ ഫോളോ ചെയ്യുന്ന അതിലെ കുടുംബങ്ങൾ, സയ്യിദിയം കുടുംബങ്ങൾ, അവർക്കൊരു ഉപകാരപ്പെടണം, അവർക്ക് അമല് സ്വീകരിച്ചുകൊണ്ട് അവരെ ജീവിതം ധന്യമാക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ ഞാൻ പറയാനുള്ള കാരണം, ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ വിളിച്ചും ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചും വാട്സപ്പിൽ മെസ്സേജ് അയച്ചും കമൻറ്റ് ബോക്സിലും ചോദിക്കുന്നത്, തങ്ങളെ ഇനി എന്നാണ് തങ്ങൾ വീട്ടിലുണ്ടാവുക, ഇനി എന്നാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ്? ഇൻഷാ അല്ലാഹ് ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമാണ് കൺസൾട്ടിങ്ങിൻ്റെ ദിവസം. ഇനി വരുന്ന ശനിയാഴ്ചയാണ് ഇൻഷാ അല്ലാഹ് അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ള അവസരം. അത് ഈ നമ്പറിൽ ബുക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരിക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു നീ മാറ്റി നൽകണേ അല്ലാഹ്, നീ തീർത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന പ്രയാസങ്ങൾ അല്ലാഹുവേ ഈ അമൽ സ്വീകരിച്ചുകൊണ്ട് അതിനുള്ള തുറവടി ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. നിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെ ഹഖ് ജാവ് ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്.
ഇൻഷാ അല്ലാഹ് എന്താണ്, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എന്താണ് ആ അമല്? രാത്രി നല്ലതായിട്ട് ഉറങ്ങിയതിന് ശേഷം, നന്നായി ഒന്ന് ഉറങ്ങിയതിന് ശേഷം സുബ്ഹ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ചു മുമ്പ് നിങ്ങൾ എഴുന്നേറ്റിട്ട് നല്ല മിസ്വാക്ക് ചെയ്ത് ബ്രഷ് ചെയ്ത് വായൊക്കെ ശുദ്ധിയാക്കി വുളു എടുത്ത് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. ശ്രദ്ധിച്ചു കേട്ടോ, 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ മറച്ചു വെച്ചതിന് ശേഷം വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ മറക്കുക, ഖുർആൻ തുറക്കുക. ആ പവിത്രമാക്കപ്പെട്ട ഖുർആനിലെ 65-ാമത്തെ അധ്യായം എടുക്കുക, സൂറത്തു ത്വലാഖ്. അതിൽ വെറും ചെറിയൊരു സൂറത്താണ്, ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ചെറിയ സൂറത്താണ്. 12 ആയത്തുള്ള ഈ സൂറത്ത് നിങ്ങൾ 3 പ്രാവശ്യം പാരായണം ചെയ്യുക. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്യാം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും, എന്നിട്ട് 2 കരങ്ങള് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. അല്ലാഹുവേ, ഞാൻ ഇത്രയും പ്രയാസത്തിലാണ്, വലിയ കടബാധിതനാണ് അല്ലാഹ്, ഭാരിച്ച കടബാധിതനാണ് തമ്പുരാനെ. ഈ അമല് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ അമൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിതാ പറയുന്നു, എന്ത് പ്രയാസത്തിലാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടിലാണെങ്കിലും അല്ലാഹു അതിനുള്ള മാർഗം അല്ലാഹു എത്തിച്ചു തരും. അല്ലാഹു അതിനുള്ള മാർഗം അല്ലാഹു കാണിച്ചു തരും. അല്ലാഹു അതിനുള്ള മാർഗം തെളിയിച്ചു തരും. അതിൽ യാതൊരു സംശയമില്ല. കാരണം അനുഭവങ്ങളാണ്. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം വിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുക. ഏതാണ് സൂറത്ത്? 65-ാമത്തെ അധ്യായം 12 ആയത്തുകളുള്ള സൂറത്ത് ത്വലാഖ് നിങ്ങൾ പാരായണം ചെയ്യുക. എന്നിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാം. അല്ലാഹുവേ, ഞാൻ വലിയ ഭാരിച്ച കടബാധിതനാണ്. അല്ലാഹുവേ, അതിനുള്ള മാർഗം നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. അത് വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കി തരണേ അല്ലാഹ്. അല്ലെങ്കിൽ ഞാൻ നാട്ടുകാരുടെ ഇടയിലും വീട്ടുകാരുടെ ഇടയിലും ഞാൻ വഷളാവും അല്ലാഹ്. എൻ്റെ മാനം പോകും തമ്പുരാനെ എന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തോ. എൻ്റെ വീട് ഞാൻ പണയം വെക്കേണ്ടി വരും അല്ലാഹ്. എന്ത് പ്രയാസമാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾ തേടിക്കോ, അല്ലാഹു അതിനുള്ള തേട്ടം വെറുതെയാക്കൂല, അതിനുള്ള ഉത്തരം അല്ലാഹു നൽകും. പിന്നെ എത്ര പ്രയാസങ്ങൾ, ഓരോ പ്രയാസങ്ങൾ എണ്ണി പറയാം. ജീവിതത്തിൽ വളരെ പ്രതിസന്ധിയിലാണ് അല്ലാഹ്. കുടുംബപരമായിട്ട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ട് അല്ലാഹ്. എൻ്റെ ഭാര്യയുമായിട്ട് എനിക്ക് പ്രയാസങ്ങളുണ്ട്. ഭാര്യ പറയാ, ഭർത്താവുമായിട്ട് ഇത്തരം പ്രയാസങ്ങളുള്ള നീ തീർത്തു നൽകണേ അല്ലാഹ്. എൻ്റെ ഭർത്താവ് ഇത്തരം പ്രയാസത്തിൽ കുടുങ്ങി നിൽക്കുകയാണ് അല്ലാഹ്, നീ തീർത്തു നൽകണേ അല്ലാഹ്. രോഗികളാണ് തമ്പുരാനെ, രോഗശമനം നീ നൽകണേ അല്ലാഹ്. അല്ലെങ്കിൽ എൻ്റെ ഭാര്യ രോഗിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് രോഗിയാണ്, എൻ്റെ മകൻ രോഗിയാണ്, മകൾ രോഗിയാണ്. അല്ലാഹുവേ, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യ. എന്ത് പ്രയാസമാണെങ്കിലും, പ്രയാസങ്ങൾ ഞാൻ എണ്ണി പറയുന്നില്ല, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങൾ പറയാം. പറഞ്ഞോ, ഒരു മടിയും കാണിക്കാതെ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്ക്. അല്ലാഹു ഉത്തരം നൽകും. അല്ലാഹു ഉത്തരം നൽകുമാറാകട്ടെ. പിന്നെയോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, തഹജ്ജുദ് നിസ്കരിക്കാൻ നമ്മൾ പറഞ്ഞു. തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് സൗഖ്യം തേടുക. എന്താണ് നിങ്ങൾ ചോദിക്കേണ്ടത്? തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ആ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ സൗഖ്യം നൽകണേ അല്ലാഹ്, നീ സുഖം നൽകണേ അല്ലാഹ്. നിങ്ങൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ
അല്ലാഹു നിങ്ങളുടെ ദുആ സ്വീകരിക്കും. അല്ലാഹു ദുആ സ്വീകരിക്കും. നമ്മളെപ്പോഴാണ് ഈ പറയുന്നത്? രാത്രിയുടെ ആഴങ്ങളിലാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ദുനിയാവിൽ സുഖം നൽകണേ അല്ലാ, ആഖിറത്തിൽ ഞങ്ങൾക്ക് നീ സുഖം നൽകണേ അല്ലാ. അല്ലാഹു സുഖം നൽകും. അല്ലാഹു സുഖം നൽകുമാറാകട്ടെ. അല്ലാഹു സൗഖ്യം നൽകുമാറാകട്ടെ. ഇങ്ങനെ ഈ അമല് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് സുഖം നൽകും. എല്ലാ പ്രയാസങ്ങളിലും അല്ലാഹു നമുക്ക് പ്രയാസങ്ങൾ മാറാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി തരും. അല്ലാഹു എളുപ്പമാക്കി നൽകുമാറാകട്ടെ. ഈ അമല് നെഞ്ചോട് ചേർത്ത് വെച്ച് നിങ്ങൾ ചെയ്തോ, അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് നൽകും. അല്ലാഹു നൽകും. അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ പ്രയാസങ്ങൾ പറഞ്ഞ്, ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് സമീപിക്കുന്ന ആളുകളുണ്ട്. ഫോൺ വിളിച്ചറിയിക്കുന്ന ആളുകളുണ്ട്. മെസ്സേജുകൾ അയക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ അവർക്ക് നീ സുഖം നൽകണേ അല്ലാ, അവർക്ക് നീ സുഖം കൊടുക്കണേ അല്ലാ. അല്ലാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറാനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ, നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹു അവരുടെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. മജ്ലിസിലേക്ക് വിളിച്ചു പറയുന്ന ആളുകൾ, ഫോൺ വഴി അറിയിക്കുന്ന ആളുകൾ, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകൾ, തങ്ങളെ ദുആ ചെയ്യണേ, ഞങ്ങളെ കാര്യം മറന്നു പോകല്ല, തങ്ങളെ ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് ദുആ ചെയ്യാം. നമ്മളെപ്പോഴും പറയുന്നത് പോലെ ധാരാളം ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ധാരാളം ആളുകൾ ആമീൻ പറയാൻ കാതോർത്തിരിക്കുന്നുണ്ടാകും. ഒരാളുടെ ആബിദായ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാളുടെ ആമീൻ അല്ലാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇരുത്തം മുതലായി, ഈ വീഡിയോ കാണൽ മുതലായി, എല്ലാം മുതലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം പ്രയാസങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, ധാരാളം ബുദ്ധിമുട്ടുകളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. ഇവിടമിൽ വന്ന് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടമിൽ വന്ന് കാര്യങ്ങൾ ചെയ്തു പോയി റാഹത്തായ ധാരാളം ആളുകളുണ്ട്. അല്ലാഹു ഇനി ഒരിക്കലും അത്തരം പ്രയാസങ്ങൾ അവർക്ക് നീ കൊടുക്കല്ല അല്ലാ, നീ കൊടുക്കല്ല തമ്പുരാനെ. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്രാ ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ച് കടലുണ്ടി തീരത്തെത്തിയ മഹാനായ ഖുതുബ് ജമലുല്ലൈലി പാപ്പാന്റെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. ഞങ്ങളൊക്കെ ഉപ്പാപ്പയായ, ഞങ്ങളൊക്കെ വല്ലിപ്പയായ അവിടുത്തെ ഉപ്പാപ്പയുടെ കാവലും നോട്ടവുമുള്ള മജ്ലിസാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ മജ്ലിസിൽ നിന്ന് എന്ത് അമല് പറഞ്ഞാലും നിങ്ങൾക്ക് വെറുതെ ആവില്ല. ഈ മജ്ലിസിൽ നിന്ന് നിങ്ങൾ ആമീൻ സ്വീകരിച്ച് ധാരാളം ആളുകൾ മജ്ലിസിലേക്ക് സംഭാവന ചെയ്യുന്ന ആളുകളുണ്ട്. ഓരോരോ മുറാദുകൾ പറഞ്ഞ് അവിടുത്തെ മഖാമിലേക്ക് നേർച്ചകൾ ചെയ്യുന്ന ആളുകളുണ്ട്. തങ്ങളെ കല്യാണക്കാര്യം ശരിയായി, ഞാൻ നേർച്ച വെച്ചിരുന്നു, അത് റെഡിയായി, എൻ്റെ മകൻ്റെ വിസ ഗൾഫിലായിരുന്നു, തങ്ങളെ വിസ അടിച്ചിട്ടില്ലായിരുന്നു, വിസ റെഡിയായി, ഞങ്ങൾ നേർച്ചയാക്കാൻ പറഞ്ഞു, ആ നേർച്ചയുടെ ബർക്കത്ത് കൊണ്ട് മകൻ്റെ വിസ റെഡിയായി. അങ്ങനെ ധാരാളം കാര്യങ്ങൾ, രോഗം ശിഫയായി. ഡോക്ടർമാർ, ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഡോക്ടർമാർ മുഴുവൻ കഴിയൊഴിഞ്ഞ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ആ വയറ്റിലെ മുഴ ഡോക്ടർമാർ മുഴുവൻ മടക്കിയപ്പോഴും ഈ മജ്ലിസിന് അവർ നെഞ്ചോട് ചേർത്ത് വെച്ച് മജ്ലിസിലേക്ക് വിളിച്ചു പറഞ്ഞു, ഞാൻ നേർച്ചകൾ പറഞ്ഞു കൊടുത്തു, റാഹത്തായി അൽഹംദുലില്ലാ. അങ്ങനെ ധാരാളം കാര്യങ്ങൾ, ധാരാളം ഫളായിലുകൾ ഈ മജ്ലിസ് കൊണ്ടുണ്ടായിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു ബർക്കത്തോ എൻ്റെ ഒരു ഫളായിലോ അല്ല, എൻ്റെ മഹത്തല്ല ഞാൻ പറയുന്നത്. ഇത് മഹാനായ ഖുതുബ് ജമലുല്ലൈലി പാപ്പാന്റെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. അവിടുത്തെ പോയി സമ്മതം ചോദിച്ചിട്ടാണ് ഓരോ അമലുകളും ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ വീഡിയോയുടെ മുന്നിൽ ഞാൻ വരുന്നത്.
വീഡിയോയുടെ മുന്നിൽ വന്ന് ഞാൻ നിങ്ങളോട് അമൽ പറയുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഓരോ മജ്ലിസുകളും അവിടുത്തെ ഒരു കുരുത്തത്തിലും പൊരുത്തത്തിലുമാണ്. അള്ളാഹുവിനെ സ്വീകരിക്കണേ അല്ലാ. അങ്ങനെ ധാരാളം നേർച്ചകൾ ചെയ്തിട്ട് കാര്യങ്ങൾ റെഡിയായ ആളുകൾ, കാര്യങ്ങൾ സലാമത്താക്കിയ ആളുകൾ, അള്ളാഹുവിനെ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളെ സ്വതക്കകളെ, ഞങ്ങളെ നേർച്ചകളെ, ഞങ്ങളെ ഹദിയകളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ഓരോരോ കാര്യങ്ങളിലും അള്ളാഹു നീ ബർക്കത്ത് ഏറ്റി നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഞങ്ങളെ റിസ്ക്കിൽ നീ ബർക്കത്ത് ഏറ്റി നൽകണേ അല്ലാ. അള്ളാഹു ഞങ്ങളെ സന്താനങ്ങൾ നീ ബർക്കത്ത് നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. സന്താന ഭാഗ്യമില്ലാത്ത ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം അള്ളാഹുവർക്ക് നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا سميع يا الله، يا ذا الجلال والإكرام، يا ذا الجلال والإكرام، يا ذا الجلال والإكرام. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا ودود يا الله. അർഹമുർറഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സലഫ് സ്വാലിഹീങ്ങൾ, ആബിദീങ്ങൾ, മുസന്നിഫീങ്ങൾ, മുഫസ്സിരീങ്ങൾ, മൺമറഞ്ഞു പോയ അല്ലാഹ് നിന്റെ ഔലിയാക്കൾ, ഇവരുടെയൊക്കെ ഹഖ് ജാവ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തട വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഈ പാപികളെ പെടുത്തണേ അല്ലാഹ്, നീ പെടുത്തണേ അല്ലാഹ്. ഈമാനോട് കൂടിയുള്ള മരണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരണപ്പെടും. ആ സമയത്ത് ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്, ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. ഞങ്ങളെങ്ങാനും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ ജനാസ ഇമ്മരപ്പടിയിൽ ഉണക്കക്കട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തും. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കിൽ പഞ്ഞി തിരുകപ്പെടും. ആ സമയത്ത് മുഖത്തീമാനിൻ്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്തീമാനിൻ്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്തീമാനിൻ്റെ പ്രഭ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജനാസയും ചുമന്ന് വഴിയോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന
ജനാസകളിൽ ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ഖബറിൽ രക്ഷ നൽകണേ അല്ലാ, ഖബറിൽ രക്ഷ നൽകണേ അല്ലാ. എൻ്റെ മലാക്കന്മാരുടെ സഹായം നൽകണേ അല്ലാ. ഞങ്ങൾ ചെയ്ത അമാലുകളെ ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, കമന്റ് ബോക്സിൽ ധാരാളം ദുആ വസിയ്യത്തുകളാണ്. ഭർത്താവിൻ്റെ കാര്യത്തിൽ തങ്ങളെ ദുആ ചെയ്യണേ അല്ലാഹുവേ, ഭർത്താവിന് ഖൈറായ ജോലി നൽകണേ അല്ലാ, ഭർത്താവിൻ്റെ എല്ലാ ദുസ്വഭാവങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഖൈറായ രീതിയിൽ അവർക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള ഭാഗ്യം നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. മക്കളെ കാര്യത്തിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാ, മക്കൾക്ക് അല്ലാഹു മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ, സ്വാലിഹാത്തുകളിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഖൈറായ ജോലി മക്കൾക്ക് നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഖൈറായ രീതിയിൽ അല്ലാഹുവേ വിവാഹത്തിനുള്ള ഭാഗ്യം അവർക്ക് നീ കൊടുക്കണേ അല്ലാ. ഖൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിക്കണേ അല്ലാ. തങ്ങളെ മകളുടെ കാര്യത്തിൽ ദുആ ചെയ്യണേ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. മകൻ്റെ കാര്യത്തിൽ ദുആ ചെയ്യണം, കല്യാണ കാര്യത്തിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ, ഖൈറായ ഇണകളെ അടുപ്പിക്കണേ അല്ലാ, ഖൈറായ ഇണകളെ അടുപ്പിക്കണേ അല്ലാ. തങ്ങളെ വീടില്ല, വാടക വീട്ടിലാണ്, കൂരയിലാണ്, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ്. അർഹമുർ റഹീമായ അല്ലാഹ്, ഒരു റാഹത്തായ ഭവനം, ഒരു മസ്കന് അവർക്ക് നീ കൊടുക്കണേ അല്ലാ, കൊടുക്കണേ അല്ലാ. കോട്ടേഴ്സിൽ ഇരുന്ന് തങ്ങളെ വാടക കൊടുത്ത് മടുത്ത് ഒരു വീടിന് വേണ്ടി തങ്ങൾ ദുആ ചെയ്യണം. മജ്ലിസിൽ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഒരു ഭവനം നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ തമ്പുരാനെ. ഈ മജ്ലിസിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മഹാന്മാരായ അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് റാഹത്തായ ഭവനം നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ തമ്പുരാനെ. സന്താന ഭാഗ്യമില്ലാത്തവർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം അവർക്ക് നീ കൊടുക്കണേ, നീ കൊടുക്കണേ തമ്പുരാന്. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, മാറാത്ത രോഗം കൊടുത്തവരെ പ്രയാസപ്പെടുത്തല്ലോ അല്ലാ. മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ കൊടുത്ത് അല്ലാഹുവേ ഞങ്ങളെ പരീക്ഷിക്കല്ലോ അല്ലാ, പരീക്ഷിക്കല്ലോ തമ്പുരാന്. അല്ലാഹു, അത് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഈമാൻ ഞങ്ങൾക്ക് കുറവാണ് അല്ലാ. അല്ലാഹു, അത്തരം രോഗം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലോ അല്ലാ, നീ പരീക്ഷിക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. തങ്ങളെ ഊരവേദനയാണ്, തങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുവേ, നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. കാലുവേദനയാണ്, തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ, നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഇബാദത്തിന് പോലും തടസ്സപ്പെടുന്ന രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ല അല്ലാ, നീ മാറ്റല്ല അല്ലാ. ലിവർ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. കിഡ്നി സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. വയറ് സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. ഹൃദയ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ്, അവർക്കെല്ലാം പരിപൂർണ ശിഫാ കൊടുക്കണേ അല്ലാ, പരിപൂർണ ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. തലവേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ, മാറാത്ത തലവേദന കൊടുത്ത് അവരെ പ്രയാസപ്പെടുത്തല്ലോ അല്ലാ, ബുദ്ധിമുട്ടിലാക്കല്ലോ അല്ലാ. മൈഗ്രീൻ പോലുള്ള
തലവേദന കൊടുത്ത് ബുദ്ധിമുട്ടിലാക്കല്ലോ അല്ലാ, പ്രയാസങ്ങൾ നൽകല്ലോ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ നല്ല കാഴ്ച ശക്തി കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ തമ്പുരാൻ. പ്രഷറും ഷുഗറും പ്രമേഹവും ഉള്ളവരുണ്ട് അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു അത്തരം രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ല അല്ലാ, നീ മാറ്റല്ല തമ്പുരാനെ. യൂറിക് ആസിഡ് വന്ന് കെണുപ്പുകളിൽ സഞ്ചാരപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാ, നീ ശിഫാ കൊടുക്കണേ അല്ലാ. തൈറോയിഡിൻ്റെ അസുഖങ്ങൾ വന്ന് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ പരിപൂർണ ശിഫാ കൊടുക്കണേ അല്ലാ. ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് ഉള്ളവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ പരിപൂർണ ശിഫാ കൊടുക്കണേ അല്ലാ, ശിഫാ കൊടുക്കണേ തമ്പുരാനെ. ഒരു രോഗങ്ങളും ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, നീ നൽകല്ല അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ ഞങ്ങളെ കാത്തോളണേ അല്ലാ, ഞങ്ങളെ കാത്തോളണേ തമ്പുരാനെ. മൂത്രത്തിന് പൈപ്പിട്ട് ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കെടുത്തുന്ന രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലോ അല്ലാ, ഞങ്ങളെ മാറ്റല്ലോ അല്ലാ. ആർക്കും വേണ്ടാത്ത രീതിയിൽ ഞങ്ങളൊരു മൂലയിൽ കെടുത്തല്ലോ അല്ലാ. മക്കള് ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് മക്കള് പറയുന്നൊരവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലോ അല്ലാ. ഞങ്ങൾ അത്തരം അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലോ അല്ലാ, ഞങ്ങളെ കെടുത്തല്ലോ അല്ലാ. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി പുഞ്ചിരിച്ചു മരിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാ. മരണം ഹൈറാവുന്ന സമയത്ത് ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ, ഹൈറായ നിലയിൽ മരിപ്പിക്കണേ തമ്പുരാൻ. ധാരാളം ആളുകൾ മജ്ലിസിലേക്ക് സംഭാവനകൾ ചെയ്ത ആളുകളുണ്ട്. അല്ലാഹു അവരെ നീ കാത്തോളണേ അല്ലാ, സംഭാവനകളെ സ്വീകരിക്കണേ അല്ലാ, സംഭാവനകളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാണുന്ന ധാരാളം ആളുകൾ ഹോസ്പിറ്റലുകളിലാണ്. അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ഒരു സഹോദരി അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിലാണ്, റിപ്പോർട്ടുകളെല്ലാം കൊടുത്ത് അല്ലാഹുവേ 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 മാരകമായ രോഗികളാക്കല്ല അല്ലാ. അത്തരം രോഗത്തിൻ്റെ അണു അവരുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഈ സാത്ത് മുതൽ നീ കരിയിച്ച് കളയണേ അല്ലാ, നീ കരിയിച്ച് കളയണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരാണ് അല്ലാ, നീ കരിയിച്ച് കളയണേ അല്ലാ, നീ കരിയിച്ച് കളയണേ അല്ലാ. അല്ലാഹുവേ 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 അത്തരം അസുഖങ്ങൾ കൊടുക്കല്ലോ അല്ലാ. അല്ലാഹുവേ റിപ്പോർട്ട് കിട്ടുന്ന സമയത്ത് സന്തോഷം നീ നൽകണേ അല്ലാ. അസുഖങ്ങളില്ല, റാഹത്താണെന്നുള്ള വാർത്ത അല്ലാഹു ഞങ്ങളെ കേൾപ്പിക്കണേ അല്ലാ, നീ കേൾപ്പിക്കണേ അല്ലാ, നീ കേൾപ്പിക്കണേ അല്ലാ. ഞങ്ങളെ കാത്തോളണേ അല്ലാ, അവരെ കാക്കണേ അല്ലാ, അവരെ കാക്കണേ അല്ലാ. ധാരാളം പ്രവാസികൾ അല്ലാഹുവെ പ്രവാസ ജീവിതം നീ ഹൈറിലാക്കണേ അല്ലാ. അല്ലാഹുവെ പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലോ അല്ലാ, പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലോ അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലോ അല്ലാ, കൊടുക്കല്ലോ അല്ലാ, കൊടുക്കല്ലോ അല്ലാ. ഞങ്ങളെ കാത്തോളണേ അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ് അപകട മരണങ്ങളല്ല ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലോ അല്ലാ, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലോ അല്ലാ. ഞങ്ങളെ കാത്തോളണേ അല്ലാ. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും അല്ലാ ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ, നീ സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ കാത്തോളണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ, നീ സ്നേഹിക്കണേ അല്ലാ. അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലോ അല്ലാ, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലോ അല്ലാ, അവർക്ക് ബലാഅകൾ കൊടുക്കല്ലോ അല്ലാ, അവർക്ക് മുസീബത്തുകൾ കൊടുക്കല്ലോ അല്ലാ. നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. ദുനിയാവിലിട്ട് പരീക്ഷിക്കല്ല അല്ലാ, പരീക്ഷകൾ അവർക്ക് നീ കൊടുക്കല്ലോ അല്ലാ, കൊടുക്കല്ലോ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ, നീ സംരക്ഷിക്കണേ അല്ലാ, നീ സംരക്ഷിക്കണേ അല്ലാ. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ, ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാഹു ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ, ഹറാമാക്കണേ അല്ലാ. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ.
ومن ظلم السلطان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم. السلام عليكم ورحمة الله.